കൊച്ചി പനങ്ങാട് വാക്കത്തി കൊണ്ട് യുവാവിനെ വെട്ടി അയൽവാസി. മനുഷ്യർക്ക് എന്തു പറ്റിയത്? ഗുരുതരമായി പരിക്കേറ്റ സ്വരൂപ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതി വിപിൻ ദാസ് പോലീസ് കസ്റ്റഡിയിൽ. ഇന്നലെ രാത്രി 11:30യോടെയായിരുന്നു ആക്രമണം. ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഗുഡ് മോർണിംഗ്. ഒറ്റപ്പാലത്ത് രണ്ടുപേരെ വെട്ടിക്കൊന്നു. ദാ ഇവിടെ കൊച്ചിയിൽ വാക്കത്തി കൊണ്ട് അയൽവാസി മറ്റൊരു യുവാവിനെ വെട്ടി. ഇതെന്താ സംഭവം ശരൺ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. എന്തായാലും മുൻവൈരാഗ്യത്തെ തുടർന്നുള്ള ആക്രമണമാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിലൊരു കൗതുകം കൂടിയുണ്ട്. അതായത് നേരത്തെ 2022-ൽ ഇരുവരും തമ്മിൽ മദ്യപിച്ച് അടിപിടി ഉണ്ടാകുന്നു. അങ്ങനെ അടിപിടി ഉണ്ടാവുകയും അത് കേസാവുകയും ചെയ്തിരുന്നു. അതിലെ പരാതിക്കാരനാണ് വിപിൻ ദാസ്. വിപിൻ ദാസ് നിലവിൽ പ്രതിയായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് വിപിൻ ദാസ് അന്ന് നൽകിയ പരാതിയിൽ ഈ വെട്ടേറ്റ സ്വരൂപിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അതിന്റെ വിചാരണ ഇന്ന് ആരംഭിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇതിനെ ചൊല്ലിയുള്ള തർക്കമുണ്ടാകുന്നത്. ഇന്നലെ രാത്രി 11:30 ഈ സ്വരൂപ് പ്രതിയായ വിപിൻ ദാസിന്റെ വീട്ടുമുറ്റത്തേക്ക് വരുന്നു. അതിനുശേഷം ഇതിനെ ചൊല്ലിയുള്ള തർക്കമുണ്ടാകുന്നു. അതോടുകൂടി വിപിൻ ദാസ് വീടിനകത്തേക്ക് പോവുകയും വാക്കത്തി എടുത്തുകൊണ്ടുവന്ന് വെട്ടുകയുമായിരുന്നു. ആ സ്വരൂപിന്റെ തലയ്ക്കും മുഖത്തുമാണ് വെട്ടേറ്റിരിക്കുന്നത്. അങ്ങനെ ഗുരുതരമായി പരിക്കേറ്റ സ്വരൂപ് ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. എന്തായാലും ഈ സംഭവത്തിന് പിന്നാലെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച വിപിൻ ദാസിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളുടെ അറസ്റ്റിലേക്കും പോലീസ് നീങ്ങുകയാണ്. താങ്ക് യു ശരൺ.